ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. ട്രാഫ്ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ യാത്രാക്ഷീണമൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റു. നമ്മുടെ റൂമിൽ നിന്നുള്ള ബാൽക്കണി അല്ല, വിൻഡോയിൽ നിന്നുള്ള വ്യൂ ആണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ക്ലൈമറ്റ്. പുറകിൽ കുറേ മലനിരകളും ഒക്കെ കാണാം. അതിന് മുകളിലൊക്കെ ഇങ്ങനെ ഐസ് പതിച്ച് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചെറിയ രീതിയിൽ സ്നോഫോൾ വലിയ രീതിയിൽ സ്റ്റാർട്ടായിട്ടില്ല, ചെറിയ രീതിയിലാണ് സ്റ്റാർട്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു രാവിലെ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് ആക്ച്വലി സൂര്യനൊന്ന് ഉദിച്ചു വന്നത്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ സിം എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അൽമാട്ടി സിറ്റിയിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഇവിടെയുള്ള ഒരു ലോക്കൽ ടൂർ ഗൈഡിനോടൊപ്പം നമ്മൾ സിം കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. രാവിലെ അത്യാവശ്യം തണുപ്പുണ്ട്, ഒരു 5 ഡിഗ്രി ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ബാക്കി കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കസാഖിസ്ഥാനിൽ വന്നിട്ടുള്ള ആദ്യത്തെ ദിവസമാണ്. രാവിലെ തന്നെ നല്ല എനർജറ്റിക്കാണ്, കാരണം വളരെ എക്സൈറ്റഡാണ് അൽമാട്ടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ലോക്കൽ ഗൈഡ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നേരത്തെ വീഡിയോയിൽ, അഞ്ചിലാണ്. കസാഖിസ്ഥാനിലെ മെഡിക്കൽ സ്റ്റുഡൻ്റാണ് അഞ്ചിൽ. ആൾ മലപ്പുറംകാരനാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടാവുക വരും ദിവസങ്ങളിലും. അപ്പോൾ പുള്ളി രാവിലെ തന്നെ വന്ന് നമ്മൾ കുറച്ച് ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ നടന്ന് നേരെ ഒരു ചെറിയ ഷോപ്പിംഗ് മോളിലേക്കാണ് പോകുന്നത്. അവിടെ തന്നെ ക്യാഷൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അവിടെ ചെറിയൊരു ബാങ്കിൻ്റെ ബ്രാഞ്ച് ഉണ്ട്, അവിടെ നിന്നായിരിക്കും നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാഷ് മാറാൻ വേണ്ടി എക്സ്ചേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ലക്ഷപ്രഭു ആയിട്ടുണ്ട്. ലക്ഷപ്രഭു, മില്യൺസ്. ഇവിടുത്തെ ക്യാഷിന് അല്ലെങ്കിൽ കറൻസിയെ നമ്മൾ പറയുന്നത് ടെങ്കി എന്നാണ്. ടെങ്കി. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പം എക്സ്ചേഞ്ചിൽ നിന്ന് പൈസയൊക്കെ മാറിയിട്ട് നമ്മൾ ഇപ്പം ടൗൺ സെൻറ്ററിലോട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഒരു മൗണ്ടൻ റീജിയനിലോട്ടാണ് പോകുന്നത്. സ്നോ ഒക്കെ ഉള്ള ഒരു മൗണ്ടൻ റീജിയനിലോട്ടാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇനി തിരിച്ച് നമുക്ക് റൂമിലേക്ക് പോകണം. അവിടെ ഫാമിലി എല്ലാം റെഡിയായി നിൽക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഷാംബുലാക്ക് സ്കീ റിസോർട്ടിലേക്കാണ്. അത് ഒരു സ്നോഫോളും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് കസാഖിസ്ഥാൻ്റെ. വളരെ മനോഹരമായ ഒരു സിറ്റിയാണ് അൽമാട്ടി. കാണാൻ കാഴ്ചയിലൊരു യൂറോപ്യൻ കൺട്രി പോലെ തന്നെയുണ്ട്. അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും സിറ്റിയെല്ലാം വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ്റും മുനിസിപ്പാലിറ്റിയുമൊക്കെ നോക്കി വരുന്നത്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, പക്ഷേ റോഡിൽ പൊതുവേ അത്ര വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഓഫീസിൽ പോകേണ്ടവരും സ്കൂൾ കുട്ടികളും കോളേജിലെ സ്റ്റുഡൻസുമൊക്കെ നമുക്ക് റോഡിൽ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ദുബൈ വെച്ച് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് രാവിലെ സമയങ്ങളിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. What's your good name? Good name? Name. My name Yeah. is Kara. Okay, great. അങ്ങനെ റൂമിലെത്തി അവരെല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ നേരെ ഷിംബുലാക്കിലേക്ക് പോവുകയാണ്. ടാക്സി വന്നപ്പോൾ അതിൽ ഒരു ലേഡി ആയിരുന്നു ഡ്രൈവർ. ജസ്റ്റ് അവരുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു. കണ്ടപ്പോൾ കുറച്ച് കൗതുകം തോന്നി. അവരിവിടുത്തെ ലോക്കലാണ്, പാർട്ട് ടൈമായിട്ട് ടാക്സി ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ആളിവിടെ ഏതോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. അപ്പം ഇംഗ്ലീഷ് അത്ര അറിയില്ല, എങ്കിലും കുറേയൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു ഇംഗ്ലീഷ്. നമ്മൾ കസാഖിസ്ഥാൻ അല്ലെങ്കിൽ ഇതുപോലത്തെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ വരുമ്പോൾ നമ്മൾ മെയിൻലി ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഈ ഒരു ലാംഗ്വേജിൻ്റെ ഇഷ്യൂ. അവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് കറക്റ്റായിട്ട് അറിയണമെന്നില്ല. പിന്നെ കുറേയൊക്കെ ട്രാൻസ്ലേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു.
ഓട്ടം സീസണിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഏഷ്യനോ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. കാരണം ഈ ഫോള് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ട്രിപ്പിൽ ഇത് ആക്ച്വലി ഇപ്പം ഓൾമോസ്റ്റ് തണുപ്പിലേക്ക് എത്തിയിരുന്നു. ഫോള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില ഭാഗങ്ങളിൽ വരുമ്പോൾ ചില മരങ്ങളിൽ നമുക്ക് അങ്ങനെ ഫോളിൽ, അതായത് അതിൻ്റെ ഇലകളൊക്കെ പഴുത്ത് വീഴാനായി നിൽക്കുന്ന ഒരു വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ സിറ്റിയുടെ ഒരു ഭാഗത്തൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. ഇനി ഒരു മൗണ്ടൻ റീജിയനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ദുബൈ പോലെ അത്ര വലിയ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം അമ്പരചുംബികളായ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അൽമാട്ടി സിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ വലിയൊരു സിറ്റിയാണ് അൽമാട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ സിറ്റി ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ അത്യാവശ്യം റഷ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ സിറ്റി സ്കേപ്പ് മാറിയിട്ട് ഇപ്പോൾ ഒരു ചെറിയ രീതിയിലൊരു മൗണ്ടെയിൻ ഏരിയയിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ്. മൗണ്ടെയിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ദൂരെ നമുക്ക് മഞ്ഞ് പെയ്തു കിടക്കുന്ന മലനിരകൾ നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മൗണ്ടൻ റീജിയനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പിലും കുറേയൊക്കെ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. സിറ്റിയിലുള്ളതിനേക്കാൾ കുറച്ചുകൂടെ തണുപ്പ് കൂടി വരുന്നുണ്ട് ഇപ്പോൾ. അൽമാട്ടി സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 40-45 മിനിറ്റത്തെ യാത്ര ഉണ്ടാവും ചിലപ്പോൾ ഷിംലാക്കിലേക്ക്. ഞാൻ എക്സാക്ട്ലി കറക്റ്റ് ടൈം ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഒത്തിരി ദൂരമില്ല. ഈ പറഞ്ഞ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മളവിടെ എത്തിയിരുന്നു. അപ്പോൾ ഏകദേശം ഈ ഐസ് പെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ മഞ്ഞ് പെയ്ത് കിടക്കുന്ന മലനിരകളുടെ തൊട്ടടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ കേബിൾ കാറിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ഷിംലാക്ക് മൗണ്ടെയ്ൻസിൽ. നീ ഇവിടെയുള്ള കാഴ്ച ഫോളോ ചെയ്യാം. ഇപ്പോൾ ഷിംലാക്കിൻ്റെ നമ്മൾ ബേസ് ക്യാമ്പിലാണുള്ളത്, ബേസ് ഏരിയയിലാണ് നമ്മളുള്ളത്. ഇവിടെ നിന്നാണ് കേബിൾ കാറിൻ്റെ സ്റ്റാർട്ടിംഗ് ഉള്ളത്. ഏകദേശം റിട്ടേൺ ടോപ്പ് റേഞ്ചിൽ നമ്മൾ പോയി തിരിച്ച് വരുന്നതിന് 3500 ടങ്കിയാണ് അവർ ചാർജ് ചെയ്യുന്ന റേറ്റ്. കമ്പാരിറ്റീവ്ലി വളരെ ചീപ്പ് റേറ്റാണ്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ 2 കേബിൾ കാറിലായിട്ട് നമ്മളെല്ലാവരും കൂടെ മുകളിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെല്ലുന്നത് ഒരു ഫസ്റ്റ് പോയിൻറ്റിലാണ്. ഇപ്പം കേബിൾ കാറിൻ്റെ ബേസിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെ നമുക്ക് മഞ്ഞ് ചെറിയ രീതിയിൽ മലകളിൽ പെയ്ത് നിൽക്കുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2 ദിവസത്തിന് മുമ്പോ അല്ലെങ്കിൽ ഇന്നലെയോ എന്തോ ഇവിടെ നല്ലോണം മഞ്ഞ് പെയ്തിട്ടുണ്ട്. കേബിൾ കാറിൽ പോകുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആണ് ഈ മഞ്ഞ് പെയ്ത് കിടക്കുന്നത് കാണാനൊക്കെ. എന്നെ സംബന്ധിച്ച് ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേബിൾ കാറിൽ. ചെറിയ രീതിയിലുള്ളതിനകത്തൊക്കെ കയറിയിട്ടുണ്ട്. ബട്ട് ഈ ഒരു സ്നോ പെയ്ത് കിടക്കുന്നതിൻ്റെ മുകളിൽ കൂടെ പോകുന്നത് ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം. തൊട്ടുപുറയിലുള്ള കേബിൾ കാറിൽ നമ്മുടെ സജീർക്കായും സിറാജിക്കായും എല്ലാവരും ഉണ്ട്, ഫാമിലിയൊക്കെ ഉണ്ട്.
ഹൈറ്റ് കൂടി വരുന്നതനുസരിച്ചിട്ട് തണുപ്പ് കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേബിൾ കാറിന് ചെറിയൊരു വിൻഡോ ഉണ്ട്, അതിലൂടെ കൈയൊക്കെ ഇട്ട് നോക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് മുകളിലോട്ട് എത്തി. അപ്പം മഞ്ഞ് പെയ്ത് കിടക്കുന്നതിൻ്റെ ആ കട്ടി കുറച്ചുകൂടെ കൂടി വരികയാണ്. കാരണം കുറച്ചുകൂടെ മുകളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ വ്യൂ കുറച്ചുകൂടെ, അതായത് മഞ്ഞിൻ്റെ കട്ടി കുറച്ചുകൂടെ കൂടി വരുന്നുണ്ടാവും. അപ്പോൾ ഗായ്സ് നമ്മൾ ഷിംബുലാക്കിൻ്റെ ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ കുറെ കുഞ്ഞി എസ്കിമോസ് നമ്മുടെ കൂടെ ഉണ്ട്. ഇതൊരു എസ്കിമോ ആണ്, നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയ എസ്കിമോ. പിന്നെ വേറൊരുണ്ട് അയറോ എസ്കിമോ. എങ്ങനുണ്ട് കേബിൾ കാർ? എങ്ങനെയുണ്ട് നമ്മുടെ? അടിപൊളിയാണോ? എല്ലാരും എൻജോയ് ചെയ്താ? പൊളിയാണോ? പൊളി. കസാക്കിസ്ഥാൻ ഇനി വരുവോ? മഞ്ഞ് എങ്ങനുണ്ട്? മഞ്ഞ് കട്ട മഞ്ഞ അടിപൊളിയാണോ? നിനക്ക് ഇഷ്ടപ്പെട്ടടാ? അടിപൊളിയാണോ? ഇനി നമ്മുടെ എസ്കിമോയുടെ അഭിപ്രായം. എസ്കിമോ എന്താണ് അഭിപ്രായം? പറയൂ. എസ്കിമോയുടെ നാക്കിറങ്ങിപ്പോയോ? എസ്കിമോ മിണ്ടുന്നില്ല. എന്തായാലും ഗൈസ്, ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം ഫുൾ മഞ്ഞാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും നമുക്ക് ആ വ്യൂ ഫുൾ വൈറ്റിഷ് കളറിൽ കിടക്കും. ഇത് നമുക്ക് ആക്ച്വലി ഇന്ന് വന്നപ്പോൾ നമുക്ക് വെതർ കുറച്ച് കൂളായിരുന്നു. ഐ മീൻ കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഫേവറായിട്ട് കിട്ടിയ, കാരണം ഫുൾ മഞ്ഞ് പെയ്ത് കിടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഒരു നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ അതിനകത്ത് കിട്ടിയ നല്ലൊരു കോൺട്രാസ്റ്റ് നമുക്ക് ഈ ഫോട്ടോസിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും ബാക്കി കാഴ്ചകൾ കാണാം. 2-3 പോയിൻറ്റ്സ് പിന്നിട്ട് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്കുള്ള വ്യൂ അസാധ്യം എന്ന് തന്നെ പറയാം. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു വ്യൂ ആണ് ആ ഒരു സ്കൈയും ഈ മഞ്ഞ് വീണ് കിടക്കുന്ന ഇതൊക്കെ കാണാൻ. ഐ മീൻ എന്താ പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയില്ല. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഫൈനലി അങ്ങനെ നമ്മൾ മഞ്ഞിലിറങ്ങിയിരിക്കുകയാണ്. വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമ്മൾ നേരത്തെ ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോൾ മഞ്ഞിലിറങ്ങിയെങ്കിലും ഈ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. കാരണം ഫുള്ളി കവേർഡായിട്ടല്ല ഉണ്ടായിരുന്നത്. ഐറുവൊക്കെ വളരെ ത്രിൽഡായിരുന്നു. മഞ്ഞിൽ കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം തന്നെ ഇറങ്ങുമ്പോൾ തന്നെ അങ്ങനെ ഒരു വാശിയും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നാണ് ഉണ്ടായിരുന്നത്. എന്തായാലും വളരെ ഹാപ്പിയാണ്. കാരണം ഈ ഒരു എക്സ്പീരിയൻസ് ഇറ്റ്സ് അൺഫോർഗറ്റബിൾ. കാരണം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. സോ ഇറ്റ് വിൽ ബി സംതിങ് സ്പെഷ്യൽ ഫോർ മീ. കാരണം നമ്മുടെ ലൈഫിൽ ആദ്യം നടക്കുന്ന കാര്യങ്ങളാണല്ലോ എപ്പോഴും മെമ്മറബിൾ. സോ എന്തായാലും നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്ലൗസും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഫുൾ സെക്യൂർഡായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഐറു ഡിസേബിൾഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആളെ എടുത്തുകൊണ്ട് നടക്കൽ കുറച്ച് റിസ്ക്കാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ട്രോളർ പല സ്ഥലങ്ങളിലും നല്ല യൂസായിരുന്നു. അതുപോലെ തന്നെ ഐറുവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നല്ല തണുത്ത മഞ്ഞ് കഴിക്കണമെന്നുള്ളത്. ചെറിയ രീതിയിൽ അവളുടെ വായിലൊന്ന് വെച്ച് ടെസ്റ്റ് ചെയ്ത് കൊടുത്തു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഐറു. കുറേ റീൽസും അതും ഇതുമൊക്കെ കണ്ടിട്ട് എന്നോട് പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്, ഐസിൽ കിടന്നിട്ട് ഇങ്ങനെ റീൽസ് പലരും കാണിക്കുന്നുണ്ട്, അതുപോലെ കാണിക്കണമെന്ന് എന്നും പറഞ്ഞ് ആളെ ഐസിൽ കിടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ രീതിയിൽ കിടത്തി ചെയ്തിരുന്നു. ഷിംബുലാക്കിൻ്റെ ടോപ്പിൽ അട്രാക്ഷൻസ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ റെസ്റ്റോറൻറ്റ്സും കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ലോക്കൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം പെയ്ഡാണ് സർവീസ്. എന്തായാലും ചുമ്മാ ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു. സംഭവം അടിപൊളിയായിരുന്നു. പക്ഷേ ഈഗിളിനെ കയ്യിലോട്ട് തന്നപ്പം ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. ആ പേടി എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അത് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ അത് വെൽ ട്രെയിൻഡാണ്, അതൊന്നും ചെയ്യണ്ടായിരുന്നില്ല. സംഭവം അടിപൊളിയായിരുന്നു. നേരം ഇരുട്ടി തുടങ്ങി. അങ്ങനെ പയ്യെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഞാൻ ആക്ച്വലി ഐസ് റിങ് കണ്ടത്. മെഡു ഐസ് റിങ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇത് വേൾഡിലെ ഹയസ്റ്റ് മൗണ്ടൻ സ്പോർട്ട് കോംപ്ലക്സ് ആണ്. എനിക്ക് തോന്നുന്നു 1691 മീറ്റർ സീ ലെവലിന് മുകളിൽ നിൽക്കുന്ന ഐസ് സർഫസിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്.
അപ്പോൾ ഇന്ന് നമ്മൾ ഷിംബലാക്ക് എല്ലാം പോയി കഴിഞ്ഞു. കേബിൾ കാറും എല്ലാം പോയി. ഇനിയിപ്പം ഇന്നത്തെ ദിവസം അത്യാവശ്യം ടയർഡായിട്ടുണ്ട്. കാരണം കുറേ മഞ്ഞിൽ കുട്ടികളൊക്കെ ആയിട്ട് കളിച്ചു. എന്തായാലും അടിപൊളി ദിവസമായിരുന്നു ഇന്ന്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, എസ്പെഷ്യലി കാരണം കൂടുതൽ സ്നോഫോൾ ഉണ്ടായില്ല ഞങ്ങൾ ചെന്ന ടൈമിൽ. ഇന്നലെയൊക്കെ പെയ്ത മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കാറ്റും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടൊരു വെതർ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ലാസ്റ്റൊക്കെ ആയപ്പോൾ കുറച്ച് തണുപ്പ് കൂടി, എങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ ക്ലോസിങ് ടൈം വരെയും ഷിംബലാക്കിലുണ്ടായിരുന്നു. ഏറ്റവും ടോപ്പിൽ കയറി. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ അവിടുന്ന് യാൻഡെക്സ്, ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ ഈ ഊബർ പോലെയൊക്കെ ഉള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ കസാക്കിസ്ഥാനിലുള്ളത്, യാൻഡെക്സ്. അപ്പോൾ അതിൽ ഞാൻ ബുക്ക് ചെയ്തിട്ട് ഞങ്ങളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കത്തെ ഫുഡും ലൈറ്റായിട്ടൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന സ്നാക്സൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയിൽ ഡിന്നറും രണ്ടും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് വന്നത്. പിന്നെ ഇപ്പം ഇവിടെ തന്നെ കുറച്ച് ഒതൻറ്റിക് ആയിട്ടുള്ള കസാക്കിസ്ഥാൻ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള റെസ്റ്റോറൻ്റാണ്. ഞാൻ ഉള്ളിലോട്ട് പോയി ബാക്കി വീഡിയോസ് കാണിച്ചു തരാം. അഞ്ചിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് സജസ്റ്റ് ചെയ്തത്, ഒതൻറ്റിക് കസാക്കിസ്ഥാൻ ഫുഡ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു തനത് കസാക്കിസ്ഥാൻ സ്റ്റൈലിൽ ആണ്, അതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലത്തെ അവരുടെ ആ ഒരു ആർട്ട് വർക്കും അവരുടെ എന്താ പറയുക കാർപ്പറ്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഉള്ളിലോട്ട് പോകുമ്പോൾ എന്താ ഒരു നാച്ചുറൽ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. കുറേ പ്ലാസ്റ്റിക് ചെടികളും മരങ്ങളും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പോണ്ടും അതിൽ കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. നിങ്ങൾ കസാക്കിസ്ഥാനിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കാര്യങ്ങളൊക്കെ വന്നു. എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് നമുക്കറിയില്ല. പിലാവ് എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ഷിഷ്ലിക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പിലാവിനകത്ത് ബീഫ് മീറ്റാണെന്ന് തോന്നുന്നു മുകളിലുണ്ടായിരുന്നത്. സൈഡിൽ നമുക്ക് ഹോഴ്സിൻ്റെ മീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ റെഗുലറായിട്ട് നമ്മൾ സ്ഥിരം എവിടെ ചെന്നാലും ഹോട്ടലിൽ ചെന്നാലും ആദ്യം പറയാറുള്ളത് നമ്മുടെ ഇവിടുത്തെ ഗ്രിൽ ഫുഡ് പോലെ അവിടെ ഷിഷ്ലിക്ക് എന്നാണ് പറയുക. വളരെ ടേസ്റ്റിയാണ്. റോ ആയിട്ടുള്ള മീറ്റ്, അധികം മസാലയും കാര്യങ്ങളും ഒന്നും ചേർക്കാതെ തന്നെ അവർ ഗ്രില്ല് ചെയ്ത് തരുന്നതാണ് ഈ ഷിഷ്ലിക്ക്. ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് അൽമാട്ടിയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഇവിടുത്തെ ടെമ്പറേച്ചർ വെതർ ഫോർകാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് ടെമ്പറേച്ചർ നല്ല രീതിയിൽ ഡ്രോപ്പ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം സമയം അൽമാട്ടി ടൈം വെച്ചിട്ട് 9 മണിയോളം ആയിട്ടുണ്ട് രാവിലെ. പക്ഷേ സ്റ്റിൽ സൂര്യൻ വന്നിട്ടില്ല. ഒരു 6 മണി അതിൻ്റെ ഒരു ഫീലായിരുന്നു. കുറച്ചുകൂടെ ഞാനൊരു 8 മണിയൊക്കെ ആയപ്പോൾ ആക്ച്വലി എണീറ്റു. പക്ഷേ ആ ടൈമിലും ഒട്ടും വെട്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫ്രഷപ്പായൊക്കെ വന്നപ്പം 1 മണിക്കൂർ പോയി. എന്തായാലും ഇന്ന് നമ്മളിവിടുത്തെ ലോക്കൽ കുറച്ച് ഡെസ്റ്റിനേഷൻസാണ് കവർ ചെയ്യുന്നത്. സിറ്റിയും പിന്നെ കുറച്ച് ചേർച്ച്, അങ്ങനത്തെ എന്തൊക്കെയോ 2-3 പ്ലാൻസാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് ഞാൻ പോവാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് രാവിലെ എണീറ്റപ്പോൾ ഇതിൻ്റെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാണ്. റൂമിൻ്റെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ ഉള്ള ഫീലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ഒരു വ്യൂ നോക്കിയപ്പോൾ അവിടുന്ന് മൗണ്ടനും ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ പോലത്തെ അല്ല ഇന്നത്തെ ക്ലൈമറ്റ്, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. സൂര്യനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോഗി വെതറാണ് ആക്ച്വലി ഇന്നത്തേത്. എങ്ങനെയുണ്ട് കസാക്കിസ്ഥാൻ? സൂപ്പറാണോ? പുക പോകുന്നുണ്ടോ? സൂപ്പറാണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാണോ? കസാക്കിസ്ഥാനാണോ അടിപൊളി, ഉസ്ബെക്കിസ്ഥാനാണോ?
ഫാമിലി എല്ലാവരും ഉറക്കമാണ്, കുട്ടികളും എല്ലാം നല്ല ഉറക്കമാണ്. അപ്പം ഞാനും സജീർ ഭായും സിറാജിക്കായും എല്ലാം കൂടെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വെച്ചു, നടന്നു പോകാൻ പറ്റുന്ന രീതിയിലൊരു കോഫിയൊക്കെ കുടിക്കാമെന്ന് ഓർത്തിട്ട്. അങ്ങനെ പയ്യെ, നല്ല തണുപ്പുണ്ട്, ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. വിൻ്റർ തുടങ്ങിയതുകൊണ്ട് തന്നെ മരങ്ങളെല്ലാം ഇലയൊക്കെ പൊഴിഞ്ഞ് ഒന്നുമില്ലാണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു കാഴ്ചയും രസമുള്ള കാഴ്ച തന്നെയാണ്. നമ്മൾ കാണാത്ത വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് വിൻ്റർ. അങ്ങനെ രാവിലെ എല്ലാവരും റെഡിയായി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് പറഞ്ഞ കണക്ക് കുറച്ച് സിറ്റി അട്രാക്ഷൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ പ്ലാനിലുള്ളത്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ 2 ടാക്സി വന്നു. എല്ലാവരും കൂടെ ഒരു വണ്ടി കയറാത്തതുകൊണ്ട് തന്നെ 2 വണ്ടിയിലായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ചാറ്റ മഴയാണ്. രാവിലെ എണീറ്റപ്പോൾ തൊട്ടൊരു മഴയുണ്ടായിരുന്നു. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ചെറിയ രീതിയിൽ ഈ സ്പ്രേ മഴ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ചാറ്റ മഴ, നല്ല രസമുള്ളൊരു മഴയായിരുന്നു. നമ്മൾ പുറത്തിറങ്ങിയാൽ നമുക്ക് കുടയൊന്നും ഇല്ലാണ്ട് നടക്കാൻ പറ്റിയൊരു ക്ലൈമറ്റായിരുന്നു. പിന്നെ ആ മഴയും നേച്ചറും തണുപ്പും എല്ലാം കൂടെ കൂടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. എന്താ പറയുക, ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തിരുന്നു അത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഫസ്റ്റ് ഒരു ഗാർഡനിലേക്കാണ്. സിറ്റി സെൻറ്ററിൽ തന്നെ ഉള്ളൊരു ഗാർഡനാണ്. അവിടെ തന്നെ ഒരു അറിയപ്പെടുന്നൊരു ചേർച്ചും ഉണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. 2 വണ്ടിയിലായിട്ട് വന്നതുകൊണ്ട് തന്നെ 2 പേരും 2 ടൈമിലാണ് ആ പാർക്കിലേക്ക് എത്തിയത്. ഞങ്ങളാണ് ആക്ച്വലി ആദ്യം എത്തിയത്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയുകയാണ്. എന്തായാലും പുതിയൊരു വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.